മകനും മരുമകളും ചേർന്ന് വയോധികനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പത്തനംതിട്ട പാറക്കോടാണ് ഈ സംഭവം. 66-കാരൻ തങ്കപ്പനാണ് മർദ്ദനമേറ്റത്. മകനും മരുമകളും കസ്റ്റഡിയിലുണ്ട്. ആദ്യമോ ദൃശ്യങ്ങളിലേക്ക്. CK അഭിലാൽ നൽകും വിവരങ്ങൾ. അഭിലാൽ, അതിക്രൂരമായ മർദ്ദനമാണ്. രണ്ടുപേരും ചേർന്ന് പൊതുവെ ആ മനുഷ്യനെ തല്ലിച്ചതയ്ക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് എന്നത്തെ ദൃശ്യങ്ങളാണ്? 4 ദിവസം മുൻപ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മനുഷ്യ മനസാക്ഷിയെ ഉലയ്ക്കുന്ന ഈ സംഭവം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ ഉള്ളത് പറക്കോട്, അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കോട് സംഗമ നഗറിലെ തളിയാട്ടുകോണത്ത് പുത്തൻ വീട്ടിൽ തങ്കപ്പൻ എന്ന 66-കാരന് മർദ്ദനം ഏൽക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മർദ്ദിച്ചതാകട്ടെ ഇളയ മകൻ സിജുവും അയാളുടെ ഭാര്യ സൗമ്യയും ചേർന്നാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന വേളയിൽ 66-കാരനെ ആദ്യം അടിക്കുന്നത് ഇളയ മകൻ സിജുവാണ്. കയ്യിൽ കരുതിയ പൈപ്പ് കഷ്ണം കൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം അടിക്കുന്നത്. ആ സമയത്ത് തന്നെ മരുമകൾ സൗമ്യ വലിയ കമ്പുമായി കയ്യിൽ കരുതി നിൽക്കുന്നതും കാണാം. തുടർന്ന് മകൻ അടിച്ച ശേഷം മരുമകൾ ഇദ്ദേഹത്തെ അടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്തു നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ പിന്നാലെ എത്തി സൗമ്യ കയ്യിൽ കരുതിയ നീളമേറിയ കമ്പുകൊണ്ട് ഇദ്ദേഹത്തെ അടിക്കുകയാണ്. ആദ്യ അടികൊണ്ട് തന്നെ അദ്ദേഹം നിലത്തേക്ക് വീഴുകയും തുടർന്ന് അദ്ദേഹത്തെ നിലത്തിട്ട് അടിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമീപവാസിയായ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൻ്റെ പല കോണുകളിൽ നിന്നും ഈ ദൃശ്യങ്ങൾ ഞാൻ നേരിൽ കണ്ടിരുന്നു. ഇത് സംഭവം നടന്നത് എവിടെയാണെന്നോ ആരാണ് മർദ്ദിച്ചതെന്നോ മർദ്ദനമേറ്റത് ആരാണെന്നോ ഉള്ള ഉള്ളടക്കങ്ങൾ ഏതുമില്ലാതെയായിരുന്നു പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യപ്പെട്ടിരുന്നത്. തുടർന്ന് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇതിൻ്റെ സംഭവ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കിയത്. പോലീസിന്റെ ശ്രദ്ധയിൽ ഇത് ഇന്നലെ വരികയും തങ്കപ്പൻ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നതാണെന്ന് തോന്നുന്നു. അഭിലാൽ പങ്കുവയ്ക്കുന്ന തങ്കപ്പന്റെ ഒരു ശബ്ദം കൂടിയുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. പിടിച്ചിട്ടൊന്നുമില്ല, ആളിവിടെ ഇല്ല, പോലീസുകാർ ഇവിടെ വന്നു, അത് പരാതി ഒന്നും ഇല്ലെന്നും പറഞ്ഞു പോയി തീർത്ത സംഗതിയാ. അത് പിന്നെ ആരോ എടുത്തോണ്ട് പോയി കൊണ്ടിട്ടതാ. ഇതിപ്പം നടന്നിട്ട് 20 ഞാൻ വീട്ടിൽ നിന്ന് മാറിയാ താമസിക്കുന്നു. അവർക്ക് നമ്മൾ വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ മോനെ ചെന്ന് വിളിച്ചപ്പോ അവിടെ കയറില്ലെന്നാ നേരത്തെ പറഞ്ഞേക്കുന്നത്. എന്തിനാ അവിടെ കയറിയെന്നും പറഞ്ഞുള്ള വരക്ക്, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ലോ. അത് തീർന്നത് പോലീസിൽ കൊണ്ടുവന്നത് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും രമ്യതയാക്കി വിട്ടു. അത് കഴിഞ്ഞിരുന്നത് കയ്യിലിരുന്നവരാരും ഇട്ടതായത്. മർദ്ദനമേറ്റ തങ്കപ്പന്റെ പ്രതികരണമാണ് നമ്മൾ പ്രശ്നമൊക്കെ പരിഹരിച്ചു, എല്ലാം രമ്യതയിൽ പിരിഞ്ഞു എന്നാണല്ലോ തങ്കപ്പൻ പറയുന്നത്. പോലീസ് ഈ കേസ് വിട്ടോ? പോലീസ് കേസ് വിട്ടിട്ടില്ല. സംയോജിതമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അഭിനന്ദനാർഹമാണ് ആ ഇടപെടൽ എന്ന് തന്നെ പറയാം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പരാതി പുറത്തുനിന്ന് ഉയർന്നു വരുന്നതിന് തന്നെ ഒന്നിന് മുൻപ് തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു. CCTV ദൃശ്യങ്ങൾ പ്രകാരം സംഭവ സ്ഥലം കണ്ടെത്തുകയും സ്ഥലത്തെത്തി മർദ്ദനമേറ്റ തങ്കപ്പനിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞുവെക്കൽ, മർദ്ദനം, ഭീഷണിപ്പെടുത്തൽ, അസഭ്യം പറയൽ തുടങ്ങിയവയ്ക്കെതിരായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് മകൻ സുജുവിനെയും അതോടൊപ്പം തന്നെ മരുമകൾ സൗമ്യയും പ്രതി ചേർത്തത്. ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈകാതെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതേസമയം കുടുംബാംഗങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നം അവർ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തങ്കപ്പൻ പിന്നീട് പറഞ്ഞത്. തങ്കപ്പൻ്റെ മൂത്ത മകനുമായും ഞാൻ സംസാരിച്ചിരുന്നു. തങ്കപ്പനുമായി ഞാൻ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ കുടുംബാംഗങ്ങൾ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ തങ്കപ്പൻ്റെ മൂത്ത മകൻ എന്നെ കോൺടാക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. തങ്കപ്പനെ നേരിൽ കാണണമെന്നുള്ള താല്പര്യം അറിയിച്ചെങ്കിൽ പോലും ഈ പ്രശ്നം തങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അതിനാൽ കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മക്കളും തങ്കപ്പനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തങ്കപ്പൻ തനിച്ച് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇളയ മകനെ കാണുന്നതിനായി വീടിന്റെ പരിസരത്തേക്ക് എത്തിയ വേളയിൽ മകനും മരുമകളും ചേർന്ന് വീട്ടിലേക്ക് കടക്കുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മർദ്ദനത്തിന് തുടക്കമിടുന്ന ഇടയ മകൻ സുജു തന്നെയാണ്. അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന പൈപ്പ് കൊണ്ട് തങ്കപ്പനെ അടിക്കുകയും പിന്നാലെ മരുമകൾ സൗമ്യ ഇദ്ദേഹത്തിന് പിന്നാലെ എത്തി തല്ലുകയുമാണ് ഉണ്ടായത്. ആദ്യ അടി കൊണ്ട് തന്നെ
അയാൾ താഴെ വീഴുകയാണ് ഉണ്ടായത്. തുടർന്ന് സൗമ്യ വീണ്ടും കമ്പുകൊണ്ട് ഇദ്ദേഹത്തെ അടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് എത്തുമ്പോൾ തങ്കപ്പൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. കാര്യമായ പരിക്കുകൾ പ്രകടമായി ഇല്ല എന്നുള്ളതാണ് പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതെങ്കിലും തരത്തിൽ വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള നടപടികളും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് സർക്കിൾ ഇൻസ്പെക്ടർ വിശദീകരിച്ചത്.